അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ലാലിഗ. കഴിഞ്ഞ ദിവസം ഞാൻ റയൽ മാഡ്രിഡിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ പുവർ ഫോം, റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ, അതായത് സാന്റിയാഗോ ബെർണാബ്യൂവിൽ വെച്ചിട്ട് 2-1 ബയോണിനോട് തോറ്റു. പിന്നെ കഴിഞ്ഞ ദിവസം ലാലിഗ മത്സരത്തിൽ റയൽ മാഡ്രിഡ് 1-1 ജിറോണയോട് സമനില പിടിച്ചു. അതും സാന്റിയാഗോ ബെർണാബ്യൂവിലായിരുന്നു. അപ്പോൾ സ്വന്തം കാണികൾക്ക് മുന്നിൽ പോലും ജയിക്കാൻ സാധിക്കാത്ത റയൽ മാഡ്രിഡ് പുവർ ഫോമിലാന്ന് പറഞ്ഞിരുന്നു. കിരീട പോരാട്ടം ഏതാണ്ട് കൈവിട്ട് പോകുന്നൊരവസ്ഥയാണെന്ന് പോലും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാണ് എന്തായാലും ചാമ്പ്യൻസ് ലീഗിലെ ബാഴ്സലോണയെ കുറിച്ചിട്ടൊന്ന് പറയണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ശനിയാഴ്ച, അതായത് ഇന്നലെ ലാലിഗയിലെ ബാഴ്സലോണ 4-1 എസ്പാനിയോളിനെ തകർത്ത് വിട്ടു. അപ്പോൾ ഏതാണ്ട് അവിടെ ടൈറ്റിൽ റേസ് ഏതാണ്ടൊരു തീരുമാനമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇമാതിരി പോകണമെങ്കിൽ സിമ്പിളായിട്ട് ബാഴ്സലോണ ലാലിഗ കപ്പ് തൂക്കും, അതിൽ സംശയമൊന്നുമില്ല. 31 കളി പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ട് ടീമും. 31 കളി പൂർത്തിയാക്കിയപ്പോൾ 9 പോയിന്റ് വ്യത്യാസമാണ് ഈ രണ്ട് ടീം. ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനം തമ്മിൽ 9 ടീമല്ല 9 പോയിന്റ് വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ബാഴ്സലോണ തോക്കുന്നവരെങ്ങനെയൊക്കെ ജയിക്കും. പണ്ടത്തെ റയൽ മാഡ്രിഡ് അങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെ ജയിച്ചിരുന്നു, നല്ല സ്കോറിന് ജയിച്ചിരുന്നു. പക്ഷേ പണ്ടത്തെ റയൽ മാഡ്രിഡ് അല്ല ഇപ്പോൾ റയൽ മാഡ്രിഡ് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. ഞാൻ ഓൾറെഡി കഴിഞ്ഞ 1-2 വീഡിയോ ഞാൻ റയൽ മാഡ്രിഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, ഒന്ന് കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആലോചിക്കാറുണ്ട് നമ്മുടെ ബാഴ്സലോണയെ കുറിച്ചൊരു വീഡിയോ ഇടണം. അപ്പോൾ ഒക്കെ ശരി, എന്നാൽ ബാഴ്സലോണയെ കുറിച്ചൊന്ന് വീഡിയോ ആവാം. ബാഴ്സലോണയുടെ ചാമ്പ്യൻസ് ലീഗിലെ ദുരന്തം എല്ലാവരും കണ്ടതാണ്. സ്വന്തം കാണികളുടെ മുന്നിൽ കാമ്പനിയിൽ വെച്ചിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ്, ലാലിഗയിൽ തന്നെ വേറൊരു കൊമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് 2-0 ഫ്ലിക്കിൻ്റെ പിള്ളേരെ ഫ്ലിക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ടാണ് അവർ, വർഷങ്ങൾക്ക് ശേഷമല്ല, അതെ കുറച്ച് നാൾക്ക് ശേഷം അതുകൊണ്ട് അവർ ഈ കാമ്പനിയിൽ വന്നിട്ട് തോപ്പിക്കുന്നത് ബാഴ്സലോണനെ എന്നെ അറിവ്. തെറ്റാണെങ്കിൽ തിരുത്തണം കമൻറ്റിൽ. ഫ്ലിക്കിൻ്റെ പിള്ളേർ എന്തായാലും നല്ല ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്തുകൊണ്ടും സിമിയോണിയുടെ ടീമിനേക്കാൾ എന്തുകൊണ്ട് മികച്ച പ്രകടനമാണ് അവർ ലാലിഗയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റാണ്. സിമിയോണിൻ്റെ ടീം 4ാം സ്ഥാനത്താണ്. പിന്നെ സിമിയോണിൻ്റെ ടീമായ അത്ലറ്റിക്കോ മാഡ്രിഡ് 2-1 സെവിയോട് തോറ്റിട്ടുണ്ട്. അത് ശനിയാഴ്ച. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. 15ാം സ്ഥാനത്താണ് കിടക്കുന്ന സെവിയ, 4ാം സ്ഥാനത്ത് കിടക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോപ്പിച്ചിരിക്കണം. അപ്പോൾ അതും പറയണ്ടേ, ഇതിൽ കൂടെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ സിമിയോണിൻ്റെ ടീമായ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫ്ലിക്കിൻ്റെ ടീമായ ബാഴ്സലോണയെ 2-0 ന്യൂ കാമ്പിൽ ഇട്ടിട്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ആദ്യ ലീഗിൽ തോപ്പിച്ചിട്ടുണ്ട്. 10 പേരായിട്ട് ചുരുങ്ങിയ എന്ന് പറഞ്ഞാൽ കുബാർസി റെഡ് കാർഡ് കൊണ്ട് പുറത്തു പോകുന്നു. 10 പേരായിട്ട് ചുരുങ്ങിയ നമ്മുടെ ടീമിനെ നമ്മുടെ സിമിയോണിൻ്റെ ടീം 2-0 തോപ്പിച്ചു. ആ ജൂലിയൻ ആൽവാരസിൻ്റെ ഫ്രീ കിക്കിൻ്റെ പൊന്നെ കണ്ടിരിക്കാൻ തോന്നുന്നു. നമ്മത് ഫ്രീ കിക്ക് പിന്നെ സൊർലോത്ത് തോന്നുന്നു 2ാമത്തെ ഗോൾ അടിച്ചത്. സൊർലോത്തിൻ്റെ വക 2ാമത്തെ ഗോള്. കളഞ്ഞ് പരിശ്രമിച്ചു. ജമാലൊക്കെ പട്ടിയുടെ പോലെയായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജമാൽ മാത്രമേ നന്നായിട്ട് കളിച്ചിട്ടുള്ളൂ. എവിടെ നോക്കിയാലും ജമാലുണ്ട്. ജമാൽ ബോക്സിൽ കയറുന്നു, വിടാൻ നോക്കുന്നു, എന്തൊക്കെയോ ജമാൽ കാണിക്കുന്നുണ്ട്. ജമാൽ മാത്രം നന്നായിട്ട് കളിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. കഷ്ടപ്പെട്ടിട്ട് കുറേ പട്ടിപ്പണി ചെയ്തിട്ടുണ്ട് ജമാൽ. പക്ഷേ സമനില ഗോളോ ഒരു ഗോളോ അറ്റ്ലീസ്റ്റ് റയൽ മാഡ്രിഡ് ഒരു ഗോൾ അടിച്ചു. ഒരു ഗോൾ പോലും അടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ തോറ്റു. ഇനി അടുത്തത് അവർ അടുത്ത ആഴ്ച കളിക്കാൻ പോകുന്നത് സിമിയോണിൻ്റെ അത്ലറ്റിക്കോ മാഡ്രിഡ്, അതും റിയാദ് മെട്രോപൊളിറ്റാനിൽ വെച്ചിട്ട്. സിമിയോണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോപ്പിക്കാൻ തന്നെ എളുപ്പമുള്ള കാര്യമില്ല. ഏതൊരു ഹോം ഗ്രൗണ്ടിൽ പോയിട്ടും ഏതൊരു എന്ന് പറഞ്ഞാൽ എവേ ഗ്രൗണ്ടിൽ പോയിട്ട് അവരുടെ ടീമിനെ തോപ്പിക്കുക എന്ന് പറഞ്ഞതുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോപ്പിക്കുക എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ ബാഴ്സലോണയ്ക്ക് അത് സാധിക്കാൻ സാധ്യതയുണ്ട്. പോട്ടെ. ഇനി അത് എനിക്ക് തോന്നുന്നു ബാഴ്സലോണ ജയിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നു. കാരണം ആദ്യം മുതൽ ആക്രമിച്ച് കളിക്കും. 2 ഗോളിൻ്റെ ഡെഫിസിറ്റ് ഉണ്ട്. ഇനി എങ്ങാനും അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യം തന്നെ ആക്രമിച്ച് കളിച്ച് ചിലപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫൻസിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ ബാഴ്സലോണ അറ്റാക്ക് ചെയ്തപ്പോൾ ഗോൾ അടിക്കാൻ സാധ്യത. അല്ല, ഈവൻ ഡിഫൻസും അറ്റാക്കിങ് സ്ട്രോങ് ആയിട്ടാണ് സിമിയോൺ ടീമിനെ ഒരുക്കുന്നതെങ്കിൽ ചിലപ്പോൾ വന്ന പാടെ 2 ഗോൾ അടിച്ച് കഴിഞ്ഞാൽ 4-0 കളി ചിലപ്പോൾ അങ്ങനെ ഫിനിഷായി പോകും. അപ്പോൾ അതൊരു ഫിനിഷ് ക്രോസാണ്. അതവിടെ നിൽക്കട്ടെ. ശനിയാഴ്ച നടന്ന ലാലിഗ മത്സരത്തിൽ 4-1 ബാഴ്സലോണ എസ്പാനിയോളിനെ തകർത്ത് വിട്ടത്. അപ്പോൾ ഏതാണ്ട് ടൈറ്റിൽ റേസ് ഏതാണ്ട് തീരുമാനമായെന്ന് എനിക്ക് തോന്നുന്നത്.
സിമ്പിളായിട്ട് തന്നെ ബാഴ്സലോണ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ബാഴ്സലോണ വരുന്ന മത്സരങ്ങളിൽ വല്ല ബുദ്ധിമോശം കാണിച്ച് തോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ബാഴ്സലോണ തന്നെ ലാലിഗ കിരീടം തൂക്കും. നമ്മുടെ യമാല്, റാഷ്ഫോർഡ്, പെഡ്രി 2 ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഡബിൾ 2 ഗോൾ അടിച്ച് പെഡ്രി 2 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ യമാല് ഗോൾ അടിച്ചിട്ടുണ്ട്, റാഷ്ഫോർഡ് ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ടാക്ക് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെയാണ് എസ്പാനിയോളെ 4-1 തോൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ലാലിഗയിൽ ബാഴ്സലോണയുടെ ആധിപത്യം കൂടിക്കൂടി വരുന്നു. റയലിൻ്റെ ആധിപത്യം കുറഞ്ഞു വരുന്നു. ചാമ്പ്യൻസ് ലീഗാണ് പിന്നുള്ളത്. ചാമ്പ്യൻസ് ലീഗ് എന്താ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തോറ്റിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് തോറ്റത് ആരോടാന്ന് നോക്കണം. ആരോടാ? നമ്മുടെ ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിനോട്. ഇനി ബയേൺ മ്യൂണിക്കിൻ്റെ ഹോം ഗ്രൗണ്ടായ അലയൻസ് അരീനയിൽ പോയിട്ട് വേണം അവർക്ക് സെക്കൻഡ് ലീഗ് കളിക്കാൻ. അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇപ്പോഴും റയൽ മാഡ്രിഡിന് വലിയ ചാൻസ് കൊടുക്കുന്നില്ല അതിൽ. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ന്യൂ കാമ്പിൽ വെച്ചിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണ തോൽപ്പിച്ചു. ഇനി ബാഴ്സലോണയ്ക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടായ റിയാദ് മെട്രോപൊളിറ്റാനോയിൽ പോയിട്ട് വേണം കളിക്കാൻ. അത് ഞാൻ പിന്നെ അവിടെ ബാഴ്സലോണയ്ക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അമ്മാതിരി അവർക്ക് ആ ടീമും അവരുടെ പ്രകടനവും ഉണ്ട്. കാരണം അവർക്കും ഞാൻ ഒരു ചെറിയ ചാൻസ് കൊടുക്കുന്നുണ്ട്. എനിവേ നോക്കാം. എന്തായാലും ബാഴ്സലോണ ലാലിഗയിൽ കിരീടം ഏതാണ്ട് ഉറപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ ഈസി ആയിട്ട് കിരീടം പൊക്കും ബാഴ്സലോണ. റയൽ മാഡ്രിഡ് ഇത്തിരി കഷ്ടമാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല.